ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ശത്രുവാണോ മിത്രമാണോ? അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ. അതായത് ഇത് നടുക്ക് നിൽക്കുന്ന പോലെയുള്ള പരിപാടികൾ, ശത്രുവിന്റെ സ്ഥാനത്തും അല്ല മിത്രത്തിന്റെ സ്ഥാനത്തും അല്ലാതെ നടുക്ക് നിൽക്കുന്ന പരിപാടികൾ. ചില സമയത്ത് അവിടെയും വേണം ഇവിടെയും വേണം, ചില സമയത്ത് ഇവിടെ ഒട്ടും വേണ്ട അപ്പുറത്തെല്ലാം വേണം, അങ്ങനെയുള്ള പരിപാടികളിൽ നിൽക്കുന്ന വ്യക്തി. അതായത് ഈ പറയുന്നത് പോലെ നിങ്ങളുടേതായിട്ടുള്ള ചലനങ്ങള്, നിങ്ങളുടേതായിട്ടുള്ള പരിപാടികള്, നിങ്ങളുടേതായിട്ടുള്ള വിശകലനങ്ങൾ, എല്ലാ കാര്യങ്ങളും ശത്രു സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി കയ്യിലുണ്ട്. നിങ്ങളുടെ ഡാറ്റ ശേഖരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ്. ഇപ്പൊ ഈ ശത്രു പക്ഷത്ത് ഇരിക്കുന്ന വ്യക്തി ഇപ്പൊ എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് നിങ്ങളെ വേറെ രീതിയിലാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് അറിയാതെയോ അറിഞ്ഞിട്ടോ അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. A to Z നിങ്ങളുടെ മൂവ്മെന്റ്സ് ആയിരിക്കാം, നിങ്ങളുടേതായിട്ടുള്ള ഡെയിലി ലൈഫ്, ഡെയിലി റുട്ടീനായിട്ടുള്ള പരിപാടികളായിരിക്കാം. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ജോലി കാര്യങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള പരിപാടികൾ, നിങ്ങളുടേതായിട്ടുള്ള A to Z കാര്യങ്ങൾ ശത്രു സ്ഥാനത്ത് കൃത്യമായിട്ട് ഇങ്ങനെ ചില ആളുകൾ പറയില്ലേ, എന്താണ് സത്യം ഇട് ആരോടും പറയല്ലേ എന്ന് പറഞ്ഞാൽ, അങ്ങനെ സത്യമായിട്ട് എന്താണ് ഒളിഞ്ഞും പറഞ്ഞ് ലോകം മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട്. എവിടെയാണോ നിങ്ങൾ എത്തേണ്ടതെന്ന് ആഗ്രഹിക്കുന്നത് അവിടെ കൃത്യമായിട്ട് എത്തിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ പല കാര്യങ്ങൾക്ക് പല പരിപാടികളും ക്രൂരതകളൊക്കെ ചെയ്യുന്നതിനേക്കാളും അതിന് കൂട്ടുനിൽക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ അങ്ങനെയുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഒരു കുടുംബസ്ഥൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുടുംബസ്ഥ, ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഒരു കുടുംബനാഥൻ, അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിനെ നിങ്ങളുടേതായിട്ടുള്ള ഭാര്യയാക്കാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഭാര്യ സ്ഥാനത്ത് ഭർത്താവിന്റെ സ്ഥാനത്തൊക്കെ പോലെ കണ്ടിരുന്ന ഒരു കാര്യങ്ങൾ ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരം തുടങ്ങുമ്പോൾ തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കല്ലുകടിയാണ് മൊത്തം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ക്ലിയർ ആവുന്നില്ല. അവിടെ ഇവിടെയും തൊടാതെയുള്ള സംസാരം, അവരുടെ സംസാരങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ സംസാരങ്ങൾ അവർക്കും ചേരുന്നില്ല.
നേരത്തെ എന്നാ ജന്മന അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. അതായത് ഒരിടക്കാലം വെച്ചത് ചേരുന്നില്ല. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ എന്താ പറയാ, കീരിയും പാമ്പും അങ്ങനത്തെ ഒരു എനർജി. കാരണം ചിലത് നിങ്ങളിപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചാളുകൾ പറച്ചിലൊക്കെ മതിയാക്കി, എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ പ്രവർത്തികളൊക്കെ. കുറച്ചാളുകൾ എനിക്കിപ്പോഴും കാര്യങ്ങളൊക്കെ ക്ലിയർ കട്ടായിട്ട് പറയണം, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം, അടുത്തത് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുന്നു. അതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ രണ്ടുപേരും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ, ആ കോൺവെർസേഷനിൽ ഒരു മൊത്തം കല്ലുകടികളാണ് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സ്യൂട്ടാവുന്നില്ല. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരുന്നുണ്ട്, സ്യൂട്ടാവുന്നില്ല. ഒരാൾ പറയുന്നത് മറ്റേ ആൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല, ആ ആൾ പറയുന്നത് ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അവര് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും പരാതിയും പരിഭവവുമാണ്, നിങ്ങൾക്ക് എപ്പോഴും കംപ്ലൈന്റ് ആണ്, നിങ്ങൾ ഒരു പരാതി പെട്ടിയായിട്ട് ഇരിക്കുവാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് ഇവര് നിങ്ങളിൽ കണക്കാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ പരാതിയും പരിഭവവും ഇപ്പോഴൊന്നും തീരൂല്ല, നിങ്ങൾക്ക് എപ്പോഴും ഇത് തന്നെയാണ്. അന്ന് നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇഷ്ടപ്പെടില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാതെ അതിനൊരു മുടക്കം വരുത്തി കഴിഞ്ഞാൽ അതും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഇത് ഒരു കാര്യം വെച്ചോണ്ടല്ല മച്ചമ്പി പറയുന്നത്. പുള്ളിക്ക് നിങ്ങളെ കൂടാതെ മറ്റുള്ള കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുത്തേ പറ്റുള്ളൂ. പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി അതിലിങ്ങനെ നിർബന്ധം പിടിച്ച് ചവിട്ടി നിൽക്കുവാണ്. അതിൽ തന്നെ ഞാൻ ആ ചവിട്ടലിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്മാറില്ല. അതിൽ തന്നെ നിൽക്കുവാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ട് വരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളെ അവരുടെ ട്രാക്കിലോട്ടാക്കാൻ നോക്കുന്നു. നിങ്ങൾ ട്രാക്കിലോട്ട് ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾ ട്രാക്കിലോട്ടാകാത്തതാണ് ഇവിടെ വിഷയം. ഇവര് പറയുന്ന അല്ലെങ്കിൽ ഇവരുടെ കൂട്ടാളികൾ ഇങ്ങനെ ഓതിക്കൊടുക്കാനുള്ളവരുണ്ടാവുമല്ലോ, കുണുകുണു എന്ന് പറഞ്ഞ് ഓതിക്കൊടുക്കുന്ന കുറച്ച് ആളുകൾ, കുറച്ച് ടീം ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെയൊക്കെ ഇതനുസരിച്ച് അവരുടെ സംസാരങ്ങളാണ് നിങ്ങളുടെ വ്യക്തിയുടെ വായിൽ കൂടി വരുന്നതും പ്രവർത്തികളായിട്ട് പ്രവർത്തിക്കുന്നതും. അപ്പൊ അതൊക്കെ നിങ്ങൾ അവരുടെ ആ ഒരു ട്രാക്കിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വിഷയം ഇതിൻ്റെ അകത്ത് ഉണ്ടാവൂല. പക്ഷെ അത് ട്രാക്കിലാകാനായിട്ട് ഈ പറയുന്ന പോലെ നമ്മൾക്ക് അംഗീകരിക്കുന്ന വിഷയങ്ങൾ, നമ്മൾക്ക് എന്താ പറയാ, ഒരു ഗ്രോത്ത് ഉള്ള പരിപാടികൾ ഒക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാവുന്ന കാര്യങ്ങളിലല്ലേ നിങ്ങൾക്ക് ട്രാക്കിൽ കയറാൻ പറ്റുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ ട്രാക്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനോ? എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് സന്തോഷമായിരിക്കും, പക്ഷെ നമ്മൾക്കും കൂടി അതിനകത്ത് ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമോ? അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്കത് പന്തികേടാണ്, നമ്മൾക്ക് ഈ പോകുന്ന രീതി കൊള്ളത്തില്ല, നമ്മളുടെ ജീവിതത്തിനെ ബുദ്ധിമുട്ടിക്കും എന്നൊക്കെ തോന്നുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പ്രതികരിക്കും. അതാണ് ഇവിടുത്തെ വിഷയം. പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ പ്രതികരിക്കണം. അല്ലാതെ എല്ലാം കണ്ണടച്ചിരുട്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ എന്താ പറയാ, കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ആളുകൾ പോവുകയും ചെയ്യും, നിങ്ങൾ ഇരുട്ടിലാകുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരും. ഏകദേശം ഇപ്പൊ നിങ്ങൾ ഒരു ഇരുട്ടിന്റെ ഏകദേശം ഒരു ഡാർക്ക്നെസ്സിലാണ്. കുറച്ചുപേര് അതിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ മോചനമൊക്കെ നേടി വരുന്നു. കുറച്ച് ആളുകൾ ഇപ്പോഴും പൊരിഞ്ഞ ഡാർക്കിലാണ്. അപ്പൊ അതൊന്ന് ഇതാക്കുക. കാരണം ഇവർക്ക് എന്ത് കാര്യങ്ങളും പറഞ്ഞ് ഫലവത്താക്കാനും പറഞ്ഞ് ഫലിപ്പിക്കാനും, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ആത്മവിശ്വാസം തരാനും, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ ഭാവിയിൽ ഇങ്ങനെയായിരിക്കും, നിങ്ങളുടെ കൂടെ ആനയായിരിക്കും, ചക്കയായിരിക്കും, മാങ്ങയായിരിക്കും, നിങ്ങൾക്ക് അങ്ങനെയായിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയക്കാർ പോലും ഇത്രയും വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവില്ല. അത്രയും വാഗ്ദാനങ്ങളും സംസാരങ്ങളും തന്ന് നിങ്ങളെ ആ ഒരു അപ്പൊ ഇയാള് പഴയ പോലെയൊന്നും ആയിരിക്കില്ല, വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇതാക്കാൻ പറ്റുന്ന നിങ്ങൾ അതിലോട്ട് ചിലപ്പോൾ ആ ഒരു വഴിയിലോട്ട് ആകുകയും ചെയ്യും. എന്തെങ്കിലും ആവട്ടെ, മനസ്സമാധാനമാണല്ലോ വലുത്,
അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എന്നെ വിട്ടിട്ട് പോകൂലല്ലോ, കുറെ കാര്യങ്ങളൊക്കെ പോയതൊക്കെ പോട്ടെ, കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ച് അങ്ങനെ നിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ പരിപാടികളും നടക്കാൻ ചാൻസ് ഉണ്ട് ചില സമയത്ത്. കാരണം ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രം നന്ദി പ്രകടനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നന്ദി പ്രകടനങ്ങളൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞും കണ്ടും ചെയ്യേണ്ടതല്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണോ ചെയ്യാൻ? നിങ്ങൾ അറിഞ്ഞും കണ്ട് ഇതൊക്കെ നോക്കേണ്ടതല്ലേ? അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങളാണ് എന്നൊക്കെ ഉള്ള ഒരു ഇതാണ്. എന്താ നിങ്ങളുടെ പച്ചമ്പിയുടെ കാര്യം എന്ത് പറയാ? അതൊക്കെയാണ്. അല്ലാതെ നമ്മളിപ്പോ നമ്മൾക്കൊരു വ്യക്തിയെ മിഠായി വാങ്ങിച്ചു തന്നാലും നമ്മൾ അതിനകത്ത് ഒരു നന്ദി ഉണ്ടായിരിക്കണം. ചിലപ്പോ ഒരു വാക്ക് പറഞ്ഞാലും നമ്മൾ അതിൻ്റെ അകത്ത് ഒരു നന്ദി ഉണ്ടായിരിക്കണം. അപ്പൊ അത് നിങ്ങളുടെ ഈ വ്യക്തിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ആളുകൾക്ക് തീരെയില്ല, ചില ആളുകൾക്ക് അത് പ്രകടിപ്പിക്കുന്നില്ല. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള നിങ്ങളുടെ ഡെയിലി റുട്ടീൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കാരണം നിങ്ങളായിരിക്കും ചിലപ്പോൾ മക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് എല്ലാ പരിപാടി കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ ചിന്തിച്ചും പ്രശ്നങ്ങൾ തീർത്തും ഒക്കെ കൊണ്ടുപോകുന്നത് നിങ്ങളായിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ, ഞാനിങ്ങനെ ഉലകം ചുറ്റും വാലിബൻ എന്ന് പറയുന്ന പോലെ ലോകം മുഴുവനും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്താണ് അവിടെ എന്താണ് ഇവിടെ എന്താണ് അങ്ങനെയൊക്കെ കറങ്ങി നടക്കും, അങ്ങനെയൊക്കെയുള്ള മനസ്സുകൊണ്ട് കറങ്ങി നടക്കുന്നു, അല്ലെങ്കിൽ ഫിസിക്കലി കറങ്ങി നടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി. അല്ലാന്നുണ്ടെങ്കിൽ ചില ഒരു 15% ആളുകളുടെ വ്യക്തി എന്ന് പറയുന്നത് പുതിയ പുതിയ എനർജീനോടൊക്കെ ഒരു താല്പര്യമുള്ള ആള്, പുതിയ ചില എനർജി ഇത്തിരി കോഴിത്തരമൊക്കെ ഉള്ള ഒരു ആള് 15% ആളുകൾക്ക് ഉള്ള കേട്ടോ. 15%. അത് ചെറിയ കോഴിത്തരമൊന്നുമല്ല, വലിയ ഒരു ഗിരിരാജൻ കോഴിത്തരമൊക്കെ ഉള്ള ഒരു പരിപാടി. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി മിത്രമായിട്ട് ഇപ്പൊ നമ്മൾ മിത്രമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എല്ലാ രീതിയിലും നമുക്ക് ആ വ്യക്തിനെ വിശ്വസിക്കാം. നമ്മളുടെ കൂടെ മിത്രമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ ശത്രു സ്ഥാനത്താണെങ്കിലും ടാറ്റ ഗുഡ് ബൈ പറഞ്ഞു പോയി ശത്രു സ്ഥാനത്ത് തന്നെയാണെന്ന് വിചാരിക്കുക. ഇത് നടുക്ക് നിൽക്കുമ്പോഴാണ് ഇത് ഏതാണെന്ന് പോലും, എന്താണെന്ന് പോലും, ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണെന്ന് പോലും നിങ്ങൾക്ക് പോലും ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. പിന്നെ ഒരു ഓളത്തിന് അങ്ങനെ ജീവിച്ചല്ലേ പറ്റൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് പോകുന്നു. കാരണം ഇപ്പോഴും എന്ത് കാര്യങ്ങളും സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നിങ്ങളുടെ ഈ വ്യക്തിയുടെ കൂടെ ഒരു എനർജി വേറെ ഉണ്ട്. ഓക്കെ, കാരണം അവർക്ക് ഈ വ്യക്തിക്ക് ആ കാര്യങ്ങളും പ്രിയപ്പെട്ടതാണ്. അതും വേണം. എനിക്ക് അതും കൂടി നിങ്ങൾ മൈൻഡ് ചെയ്യണം. എനിക്ക് അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഓക്കെ, നിങ്ങൾ സഹിച്ച പോലെ, നിങ്ങൾ ക്ഷമിച്ച പോലെ, നിങ്ങൾ സ്നേഹിച്ച പോലെ ഈ വ്യക്തിനെ ഈ ലോകത്ത് ഒരു മനുഷ്യനും സഹിക്കാനോ സ്നേഹിക്കാനോ ക്ഷമിക്കാനോ പോകുന്നില്ല. കാരണം ഈ വ്യക്തിനെ നിങ്ങൾക്ക് മാത്രമേ എസ്പെഷ്യലി സഹിക്കാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ ഇവരുടെ സംസാരമായിരിക്കാം, പ്രവൃത്തിയായിരിക്കാം, വേറെ ഏതെങ്കിലും കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങൾ ഇതാക്കിയ പോലെ ഈ വ്യക്തിനെ നിങ്ങൾ സ്നേഹിച്ച പോലെ ആയിരിക്കാം, നിങ്ങൾ കെയർ ചെയ്ത പോലെ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് സഹിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ലൈഫിൽ. അത് നിങ്ങൾ ചെയ്ത പോലെ ഇവരുടെ സ്വന്തക്കാരാണെന്നുണ്ടെങ്കിൽ കൂടി ഈ വ്യക്തിനെ സഹിക്കാൻ പോകുന്നില്ല. അത് 100% ഉറപ്പാണ്. കാരണം ഇവിടെ നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിട്ട് ബാക്കി എല്ലാ പരിപാടിയിലും നല്ല രീതിയിൽ ഇൻവോൾവ് ആവുന്നു. സന്തോഷത്തിന്റെ കാര്യങ്ങളിൽ, പിന്നെ എന്താ പറയാ, വേറെ ഏതെങ്കിലും പരിപാടികളിൽ, വേറെ ഏതെങ്കിലും ഹാപ്പിനെസ് ആയിട്ടുള്ള പ്രവൃത്തികളിൽ, സിറ്റുവേഷൻസിൽ, കാര്യങ്ങളിൽ, വ്യക്തികളിൽ, എല്ലാത്തിലും നല്ല പാറിപ്പറന്ന് ഇൻവോൾവ് ആവുന്നു. നിങ്ങളുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഹാങ് ആയിട്ട് നിൽക്കണം. അതായത് നിങ്ങൾ ഒരു സ്റ്റക്കായിട്ട് ഇവിടെ നിൽക്കണം. ഞാൻ വരുമ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ ഉണ്ടാകണം. കാരണം എനിക്ക് നിങ്ങളുടെ അടുത്ത് വരണം.
അങ്ങനത്തെ ഒരു ഞാനല്ല, നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നതാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് വരണം. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം, വേറെ അങ്ങ് പോവരുത്. കാരണം നിങ്ങളെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നേടാനുണ്ട്. ഞാൻ ഓൾറെഡി നേടിയിട്ടുമുണ്ട്, കുറച്ച് കാര്യങ്ങൾ നേടാനുണ്ട്, ഇനിയും നേടണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കണം. അങ്ങനെയൊക്കെയുള്ള എനർജി ആണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പൊ കാണിക്കുന്നത്. കാരണം ഇവിടെ ദേഷ്യം ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം കൂടുതലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ദേഷ്യം കൂടുതലായിരിക്കാം. നിങ്ങൾക്ക് ദേഷ്യം കൂടിയിട്ടുണ്ടെങ്കിലും ഈ വ്യക്തിയുടെ എന്തെങ്കിലും സ്നേഹപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ല ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഈ വ്യക്തി പഴയ പോലെയുള്ള രീതിയിൽ നിങ്ങളുടെ ഈ എന്താ പറയാ ഈ പുതുമോടി എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലൊക്കെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വിചാരിച്ചാലും, എത്ര ഉള്ളിന്റെ ഉള്ളിൽ എത്ര ഒരു വൈരാഗ്യമൊക്കെ വിചാരിച്ചാലും അതൊക്കെ സ്പോട്ടിൽ ഈ വ്യക്തിക്ക് അലിയിച്ച് കളയാൻ അറിയാം. നിങ്ങൾ അലിഞ്ഞും പോവും. കാരണം അതങ്ങനെയാണ്. നിങ്ങൾ നല്ല രീതിക്ക് ഇവരുടെ അടുത്ത് നിങ്ങളെ തന്നെ സ്വന്തമായിട്ട് അർപ്പിച്ചിരിക്കുവാണ്. നിങ്ങളുടെ കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മൊത്തം ലൈഫായിരിക്കാം. അങ്ങനെ അർപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒന്നിനോടും അഡിഷൻ ആകാതിരിക്കുക. കാരണം നിങ്ങളുടെ ഒരു കംഫോർട്ട് സോൺ ആയിരുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, കംഫോർട്ട് സോൺ ആണ് നമ്മളുടെ ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു അഡിഷൻ. ആ അഡിഷൻ ആകാതിരിക്കുക. ഈ ആൽക്കഹോള്, ഡ്രഗ്സ്, അതല്ല ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അഡിഷൻ പോലെ തന്നെയാണ്. അതിനേക്കാൾ ഏറിയൊരു അഡിഷനാണ് ഒരു വ്യക്തിയുടെ അടുത്തുള്ള നമുക്കുള്ള ഒരു അഡിഷൻ. അപ്പം അതൊന്ന് നമ്മൾ കുറക്കണം. ഓക്കെ, അഡിഷൻ അല്ല നമുക്ക് വേണ്ടത്. നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഓക്കെ, അപ്പൊ അഡിഷൻ നമ്മൾ ഒരു കാര്യത്തിലും അങ്ങനെ വെക്കാതിരിക്കുക. നമുക്ക് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഹൈഡ്രേറ്റ്, ഫാമിലി, കണക്ട് വിത്ത് ദ എർത്ത്. ഓക്കെ, ഇപ്പോ മക്കൾക്ക് എന്തെങ്കിലും, മക്കളെ കുറിച്ച് ആലോചിച്ച് എന്തെങ്കിലും ടെൻഷൻ, അല്ലെങ്കിൽ മക്കൾക്ക് ദേഷ്യം കൂടുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം കൂടുന്നു, അല്ലെങ്കിൽ അവരെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവര് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല നിങ്ങളോട് പെരുമാറുന്നത്, നിങ്ങൾ ഒരു എക്സ്പെക്ടേഷൻസ് വെച്ച പോലെ അല്ല പെരുമാറുന്നത്, അതും അല്ലാന്നുണ്ടെങ്കിൽ മക്കളുടെ പഠന കാര്യത്തിൽ ആലോചിച്ചുള്ള ടെൻഷനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരു എപ്പോഴും പനി വരുന്നു, ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നു, അങ്ങനെയൊക്കെ ആലോചിച്ചുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക. വെറുതെ നമ്മൾ ആലോചിച്ച് വെറുതെ നമ്മൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ആവശ്യമില്ലാത്ത ടെൻഷൻസ് ഒക്കെ ഒന്ന് മാറ്റുക. മാക്സിമം ഫാമിലിയുടെ കൂടെയൊക്കെ ഒന്ന് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ചില കുട്ടികൾക്ക് ഇത്തിരി വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ പ്രായത്തിൻ്റെയാണ്, അതൊക്കെ മാറിക്കോളും. ഓക്കെ, കണക്ട് വിത്ത് ദ എർത്ത്, അതായത് ഈ പറയുന്ന പോലെ നമ്മൾ ഒരു റൂമിൽ തന്നെ ഇരിക്കാതെ, അല്ലാന്നുണ്ടെങ്കിൽ റൂം ഓഫീസ് റൂം, അല്ല വീട്, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ ഇരിക്കാതെ ഭൂമി വിശാലമായിട്ട് കിടക്കുകയല്ലേ, ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാനുണ്ടല്ലോ. അതൊക്കെ ഒന്ന് കാണുക. ഇത്തിരി നമ്മളെപ്പോഴും ഈ പച്ചക്കറികളൊക്കെ ഒന്ന് നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നൊക്കെ ഒന്ന് പറിച്ച്, ഒരു തക്കാളിയൊക്കെ ഒന്ന് പറിച്ച് അതൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് കഴിച്ചാൽ അതിൽ കിട്ടുന്ന ഒരു സന്തോഷം എന്തായിരിക്കും. നമ്മൾ കടയിൽ പോയി തക്കാളി വാങ്ങിച്ച്, അതായത് ഈ വിഷം അടിച്ച സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഭേദമല്ലേ. അത് കായ്ച്ച് നിൽക്കുന്ന കാണാനൊരു സന്തോഷമല്ലേ. അപ്പൊ അതൊക്കെ സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുക. അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ദാഹത്തിന് മാത്രം വെള്ളം കുടിക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നു, അപ്പൊ അതൊന്ന് മാറ്റുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.